കാറ്റ് ഭയങ്കര സീനാട്ടോ. ഇതിൻ്റെ അകത്തൂടെ കയറിയിട്ട് ടെൻ്റ് എടുത്തോണ്ട് പോവാ. ഇതിൽ ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ജോയിൻ ആയതാണ്. അവർ പറഞ്ഞ് അവിടെ ജോയിൻ ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല അടിപൊളി കടായും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ലൈസ് പാക്കറ്റും നല്ല അടിപൊളി കട്ടണം. അപ്പോൾ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. ഇവിടെ ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. ഉണ്ടല്ലേ, അവിടെ ഒന്നും പോയിട്ടില്ല. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നേ ഉള്ളൂ. എല്ലാവരും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ലേക്ക് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ലേക്കിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. ജസ്റ്റ് അവിടെ ഒന്ന് പോയി ലേക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് താഴോട്ട് പോയി എന്താണെന്ന് നോക്കാം. താഴെ കുറേ ഫാമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മലയാണ്, കണ്ടില്ലേ, നല്ല വേവി മല. വണ്ടർഫുൾ. ഇവിടെ ഊളനുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പേടിക്കുന്നുണ്ട്. ഫോക്സ് ഉണ്ടെന്നൊക്കെ വെറുതെ പറയുന്നത്. ഫോക്സ് ഉണ്ടാവും ഉള്ളിലോട്ട്, പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഇവിടെ എനിക്കൊന്ന് കൂടുതലും ക്രൗഡും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. അവിടെ ആൾക്കാർ കൈറ്റും കാര്യങ്ങളൊക്കെ പറത്തുന്നുണ്ട്. സോ നൈസ് യാ. ഒരുപാട് പേര് ഇവിടെ ക്യാരവാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ക്യാരവാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് അതൊക്കെ സോ എക്സ്പെൻസീവ്. ദിസ് ബഡ്ജറ്റ് മാൻ ജസ്റ്റ് ചില്ലിങ് ഹിയർ. കുറേ വഴികളുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പോകാൻ പറ്റിയ കുറേ വഴിയുണ്ട്. ഇതുവഴിയൊക്കെ സുഖമായിട്ട് വണ്ടി ഉണ്ട് നമുക്ക് പാർക്ക് ചെയ്തിട്ട്. ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ നല്ല ജോളി മജായിരിക്കും. ഒന്നും നോക്കണ്ട, വണ്ടി എടുത്ത് വിട്ടോ. വണ്ടി എടുത്ത് നേരെ വിട്ട് ഒരു ചവിട്ട് ഓടിക്കും. ഒന്നും നോക്കണ്ട, കാര്യം മജ. ലേക്കിന് കുറച്ചും കൂടെ പോകണം. ഞാനവിടെ പീക്കർ റോട്ടിൽ കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ ഉരുട്ടിരിക്കുന്നത്. ഇതുപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും ഞാൻ ലാൻഡ്സ്കേപ്പിലൊക്കെ ടെൻറ്റ്, ലാൻഡ്സ്കേപ്പിൽ മാത്രമല്ല, നമുക്ക് അവിടെ ലാൻഡ്സ്കേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടെൻറ്റ് കിട്ടാൻ പറ്റും. അല്ലാതെ മെയിൻ ലാൻഡ്സ്കേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. കുറച്ചും കൂടെ അവിടെ അപ്പോൾ എനിക്കറിയാം കറക്റ്റ് സൂര്യൻ രാവിലെ സൺറൈസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കുറച്ച് നടന്നിട്ടായാലും ആ ഒരു വേ കണ്ടുപിടിച്ചത്, ആ ഒരു പാത്ത് കണ്ടുപിടിച്ചത്. അവിടെ ഒരു ലോറി പോകുന്നുണ്ടോ? അതുപോലെ ഇവിടെ ഹോഴ്സ് റൈഡൊക്കെ ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. വലുതായാലും ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുതിരപ്പുറത്ത് കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് രാജകീയമായിട്ട് കുതിരപ്പുറത്ത് കയറി പോവാം. പക്ഷെ മണി ഈസ് ദ എവറിത്തിങ്, മണി ഈസ് ദ പവർ, മണി ഈസ് ദ ഹോൾ എൻ്റെ ലൈഫ് നീഡ്. അങ്ങനെയൊക്കെയാണ്. ഐ മീൻ പൈസ ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ, പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അവിടെ ഇങ്ങനെ ഇരിക്കാം. ജസ്റ്റ് പൗസ് ദ വീഡിയോ, അത്രേ ഉണ്ടാവുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ വീഡിയോ, പൈസ ഇല്ലെങ്കിൽ ചിൽ പിക്ചർ. ഇനി ചോദിക്കില്ല കേട്ടോ ഇത്ര എക്സാമ്പിൾ, എനിക്ക് എപ്പോഴും അങ്ങനെ തരാൻ പറ്റില്ല. അവിടെ കുറച്ച് ഇടിച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ടോ, അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട്. ഇല്ലേ നല്ല കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വേസ്റ്റ് എടുക്കാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഒരു വണ്ടി വന്നിട്ട് ഫുള്ള് വേസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് പോകും. നമ്മളെ വേസ്റ്റ് നമ്മൾ പോകാൻ നേരത്ത് ഫുള്ള് താഴെ കൊണ്ട് ഈ ഡമ്പിലിട്ടിട്ട് പോകും. അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ ലേക്കിൻ്റെ വ്യൂ കാണിച്ചു തരാം. ലേക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല നൈറ്റ് കണ്ടപ്പോൾ ഇത്രയ്ക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഫാമിലീസൊക്കെ പോയി, എന്നാലും ടോട്ടലി ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു കണ്ടോ, എന്താണ് ഇത്? വെരി നൈസാ. എനിക്കറിയില്ല ഇത് ആർട്ടിഫിഷ്യലാണോ, എനിക്കൊന്ന് ആർട്ടിഫിഷ്യലാണെന്ന് തോന്നുന്നു, അത് നാച്ചുറലാണോന്നൊന്നും അറിയില്ല. എന്നാലേക്ക് ഫുള്ള് ഇവിടെ റൗണ്ട് ഫുള്ളായിട്ട് ഫാമിലീസ് കാര്യങ്ങളായിരുന്നു. അറിയില്ലേ, ഇതാണ് നമ്മുടെ ലേക്ക് വരുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ടെൻ്റ് അടിച്ചിട്ട്, ഇതിന് ചുറ്റിനും ടെൻ്റാണ്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ. കണ്ടില്ലേ,
ഇത് ആർട്ടിഫിഷ്യലാണ് ഗൈസ്. അതല്ലേ നല്ല ഇതിട്ടിട്ടുണ്ട്, മറ്റേ ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം നിർത്തിയിരിക്കുകയാണ് അവർ. ഐ മീൻ പമ്പിങ് ഔട്ടും കാര്യങ്ങളൊക്കെ കാണും, നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ വ്യൂ, കണ്ടില്ലേ? ഇപ്പോൾ എല്ലാവരും ബാക്കപ്പ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും ബാക്കപ്പ് ചെയ്തിട്ട് പോവുകയാണ്. കാര്യം സമയമായി, പലർക്കും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാക്കപ്പ് ചെയ്തിട്ട് പോവാണ് അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബാണ്. കുറച്ച് നേരത്തെ വരണം ഇവിടെ സ്ഥലം വേണമെങ്കിൽ. ഇവിടെ നിങ്ങൾക്ക് ലേക്ക് വെള്ളത്തിനടുത്താണ് താല്പര്യമെങ്കിൽ കുറച്ച് എന്താണ് ഇപ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മേലിൽ വേണമെങ്കിൽ ഉണ്ട്. പിന്നെ അല്ല ഇവിടെ ബാർബിക്യൂ അടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടൈലൊക്കെ ഇട്ടിട്ട്, ടൈലിനേക്കാളും കുറച്ചും കൂടെ കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. ഒരുപാട് ഫാമിലീസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര് എല്ലാവരും ചില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ മീൻ കുറച്ചും കൂടെ ഇവിടെ കുറച്ച് എന്താണ് ഈ കല്ലിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അടിപൊളിയാണ്. ഞാൻ കാണിച്ചത് ഇവിടെ കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഡോഗ്സിനെയൊക്കെ ഇവിടെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഡോഗ്സ് നമ്മളെ പെറ്റ്സിനെയൊക്കെ ഇവിടെ അലൗഡാണ്, പ്രശ്നമില്ല. ഇവിടെ ഇറ്റ്സ് നോട്ട് അലൗഡ് ടു ത്രോ കോൾ കരി ബാർബിക്യൂ നോട്ട് അലൗഡ്. ലേക്സിൻ്റെ സൈഡിൽ ഇവിടെ കണ്ടില്ലേ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കോഴ്സ് നോട്ട് അലൗഡ് ഇൻ ലേക്ക്, എനി വയലേഷൻ ചർവില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അവർ പണിഷ്മെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എല്ലാ കൺട്രീസിലും. അവർ ആ ലാസ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് ഇവിടെ നശിപ്പിക്കാതിരിക്കാനാണ്. ഹ്യൂമൻ ബീങ്സ് ആണെല്ലാം നശിപ്പിക്കുന്നത് അല്ലേ. പ്രകൃതിയിലുണ്ടായതെല്ലാം ഹ്യൂമൻ ബീങ്സാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം അതിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് ജസ്റ്റ് അല്ലേ. ലേക്കിൻ്റെ വ്യൂ ഉണ്ടോ, ഒരു രക്ഷയല്ല അല്ലേ. അല്ല ഇതുപോലുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ കല്ലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടിയാണ്. അവിടെ അങ്ങോട്ടെന്തോ കുറച്ച് പാലസ്, എന്തോ ചെറിയൊരു വീട് പോലൊരു സംഭവമാണ്, അറിയില്ല എന്തോ ഹോട്ടൽ ഏതാണ്. സുലൈ അല്ല, സോറി, സുഹൈല ലേക്സ് അല്ലേ. ഇത് ശരിക്കും ആർട്ടിഫിഷ്യലാണ് ഗൈസ്. നമുക്കിത് നോക്കുമ്പോൾ അറിയാൻ കഴിയും. വണ്ടർഫുൾ വ്യൂ ആണ്. ഞാൻ ദേ ആ മലയിലായിരുന്നു, ആ മലയിലേക്ക് തിരിച്ചു പോകണം ഇനി ഗൈസ്. അപ്പോൾ അവർക്ക് ഫുഡ് വന്നിരിക്കുകയാണ്, കണ്ടില്ലേ. നമ്മളെല്ലാവരും കൂടെ ഇവിടെ കഴിക്കാൻ പോവാണ്. आप उधर गया അതല്ലേ. അവൾ കിട്ടിലും വീഡിയോഗ്രാഫറാണ്. पप्पा इधर ही बैठ रहे, पापा इधर ही बैठेगा. छोटे छोटे बच्चे हैं, बड़ी बड़ी मम्मी है. बुलसे को किसको चाहिए? बुलसे थोड़ा टेस्ट करो. नहीं क्या चीज़ है? बुलसे. ഗൈസ് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സോട് പോവുകയാണ്. ഇവിടുന്ന് ഡാമിലേക്ക് പോകണം. ഡാം കണ്ടിട്ട് പിന്നെ അവർ അങ്ങ് തിരിച്ചു പോകും. അപ്പോൾ അവർ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു കറി തന്നിട്ടാണ് പോയത് അല്ലേ. നല്ല അടിപൊളി പാകിസ്ഥാൻ ചിക്കൻ കടായി, നല്ല അടിപൊളി കടായി അവരുണ്ടാക്കിയത് തന്നിട്ടാണ് പോകുന്നത്. പിന്നെ പെറോട്ട ഇരിപ്പുണ്ട്, പെറോട്ട കഴിക്കാം. രാവിലെ നമ്മൾ ഒരു സെറ്റ് കഴിച്ചു, ഇനി കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു കോൺ ഇരിപ്പുണ്ട്, ഞാൻ ഇന്നലെ കാണിച്ചല്ലോ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഇത് ചെയ്യണം. ഇതിനകത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒന്നിത് ചെയ്യാൻ എനിക്ക് തോന്നി. കാറ്റ് ഭയങ്കര സീനാട്ടോ. ഇതിൻ്റെ അകത്തൂടെ കയറിയിട്ട് ഈ ടെൻ്റ് എടുത്തോണ്ട് പോവുക. ഇതിൽ അത്യാവശ്യം അത് വെച്ചേക്കുന്നത് കൊണ്ട് ഇത് എത്ര കുത്തിയിട്ടും ആണടിച്ച് വെച്ചേക്കുക. എന്നിട്ട് പോലും നോക്കി ഇത് ക്ലോസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ കാറ്റ് ഫുള്ള് എടുത്ത് ഇതാക്കിയിട്ട് പോകും. ഓക്കെ, ഇപ്പോൾ കുറച്ച് സേഫാണ്. അല്ല അവിടെയൊക്കെ ഇളവിട്ടുള്ളത് കാറ്റൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഫുള്ള് ഇങ്ങനെ എടുത്തിട്ട് പോവുക. അവരവിടെ ഏകദേശം കെട്ടിപ്പറക്കിയൊക്കെ തുടങ്ങി. അവർ പോവാണ്. ഇങ്ങനെ അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാണ്.
ഓക്കെ, ഞാൻ ഒറ്റയ്ക്കായി. ഇനിയിപ്പോൾ വൈകിട്ട് ആൾക്കാരൊക്കെ വരും. ഇപ്പം ഏകദേശം ആൾക്കാരൊക്കെ പോയി. അവിടെ നിന്ന് പോക്ക് അവർ സാധനങ്ങൾ എടുക്കുന്നതിന് തിരക്കാണ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരു ഡസ്റ്റ് ഞാൻ പറഞ്ഞു അത് ഞാൻ കളയാമെന്ന് പറഞ്ഞു. കാര്യം അവർക്ക് ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോകുമ്പോൾ അത് എൻ്റെ വേസ്റ്റും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ കളയാമെന്ന് പറഞ്ഞു. കഴിച്ച് ഞാൻ ചോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ചോളം ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കാം. അവിടെ ഒന്ന് ചുട്ടിട്ട് സെറ്റായിട്ട് ചോളം സ്വീറ്റ് കോൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുട്ടിട്ട് കഴിക്കാൻ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒരുപാട് ഡീപ്പാവരുത്, ജസ്റ്റ് ഒന്ന് ഒരു പോവാണല്ലേ. ഈ ടെൻറ്റിപ്പോൾ എടുത്തിട്ട് പോകും കേട്ടോ മിക്കവാറും കാറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കാൻ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഫോട്ടോ പോകാം.